ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴയകാല വിഭവമാണ്. എന്താണെന്നോ? മുന്തിരിക്കൊത്ത്. പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കളറൊരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമ്മളിങ്ങനെ വറുത്തെടുക്കണം. ഇനി ആ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കുറച്ച് ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ പയർ നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് പയർ മുഴുവനും തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഏലക്കാപ്പൊടി ഉണ്ടല്ലോ, അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അതോടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒത്തിരി ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കാരണം അപ്പം നമ്മൾ കൂടിപ്പോയാൽ ചെയ്യും. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ ബാക്കി ഒഴിച്ചാൽ മതി. ഇതൊരു ചെറുനാരങ്ങയുടെ മുഴുപ്പിലാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. കുറച്ച് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഇതൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 പിഞ്ച് ഉപ്പ് മതി. അതോടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ ഇട്ടിട്ട് വെച്ചിരിക്കുന്ന അത് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാവിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ ഈ സമയത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളർ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മളിത് ഓയിലിൽ നിന്നും പുറത്തെടുക്കാം.